എല്ലാവർക്കും റംബൂട്ടാനിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ ട്രാവൽ വ്ളോഗായ രണ്ടാമത്തെ സർവൈവൽ വ്ളോഗായ ഗോയിങ് ബാക്ക് ആണിത്. നമ്മൾ നാട്ടിലേക്കുള്ള നമ്മുടെ യാത്രയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മടക്കയാത്ര എന്തോ യാത്ര. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കിയായിട്ട് നമുക്ക് കാണാം. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് കാണിക്കുന്നതാണ് ആ വീഡിയോ. ആ വീഡിയോ കാണാത്തവർ, ഈ വീഡിയോ കണ്ടവർ ആ വീഡിയോയും കൂടെ കാണുക. അത് ആദ്യം കാണണം, അത് എന്നിട്ട് വേണം ഇത് കാണാൻ, കേട്ടോ. ഞങ്ങൾ എങ്ങനെയാണ് നാട്ടിലെത്തുന്നതെന്നുള്ളതും ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടവും ഇവിടെ എത്തിപ്പെടാനും ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ളതും അതിൻ്റെ അകത്താണ് ഞങ്ങൾ കാണിക്കുന്നത്. മാത്യൂസ് ജീവൻ പണയം വെച്ച് ഞങ്ങൾ രക്ഷിച്ചതും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ശരി, ഓക്കെ, ബൈ. ബാക്കി കാണിച്ചു തരാം പിന്നെ. ശരി, നമ്മുടെ എല്ലാമായി ആണെന്ന് സ്വയം അവകാശപ്പെട്ട ഷോൺ ബി ഷൈനാണ് നമ്മുടെ വഴികാട്ടി. അപ്പം ഷോൺ ബി ഷൈനിന് പുറകെ ക്യാമറയുമായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്യും, കാരണം ഭയങ്കര തിരക്കാണ്. വഴിവഴുക്കാണ് ഇവിടെ. വഴിവഴുക്കല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു വഴിയാണിത്. ഷോണാണ് പോകുന്നത്. നമ്മുടെ പൊട്ടം വഴി തെറ്റിച്ചു. അപ്പം ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് പോണം അങ്ങോട്ട്. ആണോ? അല്ല, വീഡിയോ ഉണ്ട്, നോക്കണം. തന്നെ വീഡിയോ പുറകെ വരാൻ. അതാണ്. അപ്പം സാഹസികമായി നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. നീ എന്നെ ഇതിപ്പോ തന്നെ ഉണ്ട് കേട്ടോ. അതെ, ആമേനെ പോലെ ഇരിക്കുന്ന ഒരു പാറയാണ് ഞങ്ങളെ കാണുന്നത്. ഇതാണ് ആമപ്പാറ. ഈ സ്ഥലം അതെ ഇപ്പൊ മാറിയതാണ് ആ പേര്. ഇപ്പൊ എൽഡിനാണ് പോകുന്നത്. അങ്ങോട്ട് ഓടിപ്പോകുന്നവരെ പേടിപ്പിക്കാനോ സ്വന്തം പേടിക്കാനോ വേണ്ടിയാണ് നടത്താൻ സാധിച്ചത്. ഇപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഇതാണ് വഴി. വളരെ മോശപ്പെട്ട എന്താ പറയാ, കടുവ പിടിക്കുന്നതാണ് എല്ലാം പറയുന്നത്. കടുവ പിടിക്കുന്നൊരു ചെറിയ പേടിയുള്ളതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സാഹസികമായ യാത്ര ഇവിടെ ഒന്നും അവസാനിക്കുന്നതായിരിക്കില്ല. വേഗം വരൂ. നിന്റെ ത്യാഗം ഇവിടെ എല്ലാരും കാണുന്നുണ്ട്. അതെ, ഇവിടുത്തെ ഇതുപോലെ കഷ്ടതകളേറിയ വഴി കൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് പോവുകയാണ്. എൽഡി ചേട്ടനാണ്. എവിടെ യാത്ര പോയാലും ഇങ്ങനെ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടണം. അതെ, എൽഡി ചേട്ടൻ കെയറിംഗ് ഉള്ള. ഓ സത്യം, നമ്മളെ എവിടെയും കയറാൻ സമ്മതിക്കാത്ത എൽഡി ചേട്ടനാണ് പോകുന്നത്. വളരെ ഡേഞ്ചറസ് ആയ നമ്മൾ വീണ് പോയാനെ. എൽഡി ചേട്ടൻ പിന്നെയും വഴിതെറ്റിച്ചിരിക്കുന്നു. അയ്യോ, ഞങ്ങൾ കുറച്ച് നേരത്തിന് ശേഷം ധീര ഫ്രണ്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും വഴി ശരിയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ഫ്രണ്ടിൽ പോവാം. കൂട്ടത്തിൽ ഞാൻ മാത്രമാണ് ഇത്തിരി എടുക്കാൻ വേണ്ടി പിന്നെയും തിരിച്ചു പോവുകയാണ്. നമ്മളിങ്ങനെ എങ്ങാനും നമുക്ക് ഇനി തിരിച്ചു പോകാൻ സാധിച്ചില്ലെങ്കിൽ ഈ ഫോട്ടോകളൊക്കെ ആയിരിക്കും നമ്മുടെ ഓർമ്മകൾ. അതെ, ഈ ഫോൺ അവിടെ എത്തിയില്ലെങ്കിൽ ഓർമ്മിക്കും. അതെ, പണ്ടത്തെ ശിവകാനന്ദ സ്വാമിയായ സമഹ എന്ന് പറയുന്ന ഒരു പ്രത്യേകതര സ്വാമി കൊത്തിവെച്ച ഒരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. അനാവരണം ചെയ്യുന്നു. അതെ, ഇവിടെ ഒരു നിധി ഉണ്ടെന്നാണ് മാത്യൂസ് പറയുന്നത്. ഞാനാണ് ഇപ്പോ ഇത്തവണ വഴി കാണിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും. ഇവരല്ലേൽ വഴി തെറ്റിക്കുകയാണ്. അപ്പോൾ രണ്ട് പുറകെ വരുന്നുണ്ട് അവന്മാര്. അപ്പോൾ നമ്മുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ നാട്ടിലേക്ക് എത്തിയെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കുറേ നേരം ഞങ്ങൾ യാത്ര ചെയ്തു. വലിയ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചുള്ള പോലെ പെട്ടെന്ന് എത്തിയ പോലെ തോന്നുന്നത്. അതെ, എത്തിയിരിക്കുന്നു. ഒരു അമ്പലത്തിലേക്കാണ് നമ്മൾ എത്തിയത്. അപ്പൊ ശരി, കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് വരുന്ന വഴിക്ക് ഒരു ആളൊഴിഞ്ഞ അമ്പലത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം പോവുകയാണ്. മാത്യൂസിനും കൂട്ടർക്കും യാതൊരു പൂസവും ഇല്ല. ചാടിച്ചാടിയാണ് ഇവന്മാർ പോകുന്നത്. അപ്പം ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരാളൊഴിഞ്ഞ അമ്പലം ഞങ്ങൾ കണ്ടു. അതെ, ആളില്ലല്ലോ അമ്പലത്തില്. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ.
അപ്പോൾ ഗൈസ്, കുറേ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ യാത്ര ചെയ്ത് തിരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. രാത്രിയായി. അവരെല്ലാവരും അവരുടേതായ വീടുകളിലേക്ക് തിരിച്ചു പോയി. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ വീട്ടിലാണ്. ലൈറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ക്ഷമിക്കുക. അതെ, ഓക്കെ, ബൈ.